ഹായ്, കഴിഞ്ഞ ദിവസം മാനസികട്ട് നൈറ്റിയുടെ കട്ടിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണിത്. കട്ടിംഗ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നെക്കിന് വേണ്ടി കട്ട് ചെയ്ത ആ പീസുകളില്ലേ, അത് മൂന്നും പേപ്പർ ക്യാൻവാസ് വെച്ച് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ പീസുകളുടെ നീളത്തിനും വീതിക്കും കണക്കായ ലൈനിങ് പീസുകളും അയൺ എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഒരു പീസ് എടുത്ത് നല്ല വശം ലൈനിങ്ങിനോട് ചേർത്ത് വെച്ച് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോ ശ്രദ്ധിച്ച് കാണണം കേട്ടോ, എങ്കിലേ മനസ്സിലാകൂ. കോർണർ വരുന്നിടത്ത് സൂചി കുത്തി നിർത്തി പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇനി സ്റ്റിച്ച് ചെയ്ത ഭാഗത്തെ ബാലൻസ് പീസ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി സൈഡിലെ ബാലൻസ് പീസ് ചെറിയ കട്ടിട്ട് കൊടുത്തിട്ട് വേണം തുണിയുടെ നല്ല വശം പുറത്തേക്കാക്കിയിട്ട് മറിച്ചിട്ട് കൊടുക്കാൻ. ഇത്രയും ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഇനി ഈ ലൈനിങ് പീസൊക്കെ വൃത്തിക്ക് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കൂടി ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിലെ ബാലൻസ് പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ലൈനിങ് പീസുമായി ചേർത്ത് വെച്ച് സൈഡിലൂടെ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മറ്റു തുണികളുമായി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ലൈനിങ് പീസ് മാറിപ്പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി മറ്റു രണ്ട് പീസുകൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ വളച്ച് കട്ട് ചെയ്ത ഭാഗത്താണ് സ്റ്റിച്ചിങ് വേണ്ടത്, മാറിപ്പോകല്ലേ കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാലൻസ് പീസിലെ ലൈനിങ്ങിൻ്റെ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. മറ്റേ പീസിലും ഇതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന നൈറ്റിയാണിത്.
ഇനി ഇതുപോലൊരു ലേസ് എടുത്ത് ഈ സൈഡിലൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ലേസുകളൊക്കെ ഇതുപോലെ കൂടുതൽ വാങ്ങി വെക്കുകയാണ് പതിവ്. അതാണ് കൂടുതൽ ലാഭം. ലേസ് വെക്കുന്നില്ലെങ്കിൽ പൈപ്പിംഗ് തുണി കൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് വെക്കാം കേട്ടോ, നിങ്ങളുടെ താല്പര്യം പോലെ. ഇനി ഈ വി പോലെ സ്റ്റിച്ച് ചെയ്ത ഭാഗമില്ലേ, അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ഇനി നെക്ക് വിഡ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്യുക. ആ ചെറിയ പീസിൽ നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്യണം. ഇതാ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്താൽ ഉണ്ടാവുക, മനസ്സിലായില്ലേ? അപ്പോൾ ഈ പീസുകളൊക്കെ തമ്മിൽ പിൻ ചെയ്തെടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ നെക്ക് വേറെ ഭാഗത്തേക്കാണ് ഉണ്ടാവുക. അതായത് ഒരു പീസ് വേറെ ഭാഗത്തും മറ്റേ പീസ് വേറൊരു ഭാഗത്തേക്കായിരിക്കും ഉണ്ടാവുക. കൃത്യമായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ മുന്നേ കട്ടിങ് വീഡിയോ ഇട്ടപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അതിനുശേഷം നെക്ക് പീസ് എടുത്ത് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുക. അതായത് ബാക്ക് നെക്കിൻ്റെ നല്ല വശവും ക്രോസ് പീസിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കണം കേട്ടോ. ഇനി ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും ഷോൾഡർ തമ്മിൽ ചേർത്ത് വെക്കുക. അതായത് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്താൽ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ അതായത് ക്രോസ് പീസ് നല്ല പീസിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി തുണി നിവർത്തി നല്ല വശം എടുത്ത് പതിച്ചടിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, മെയിൻ പീസിൻ്റെ ഷോൾഡറും കഴിഞ്ഞിട്ട് ബാക്ക് പാർട്ട് കുറച്ച് കൂടുതലുണ്ട്. അത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റാം, ആ ഫ്രണ്ട് ഷോൾഡറിന് കണക്കാക്കിയിട്ട്. ഇനി സ്ലീവ് ജോയിൻ ചെയ്യാനായി സ്ലീവിൻ്റെ സൈഡ് ഭാഗമില്ലേ, അത് ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സെൻറ്റർ മനസ്സിലാക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം പതിച്ചടിച്ച് കൊടുക്കുക. ഇത്രയും ഭാഗം മനസ്സിലായോ? ഇതുപോലെ അടുത്ത സ്ലീവും ചെയ്തെടുക്കണം.
ഇനി നമുക്ക് ബോഡി പാർട്ട് ഈ പീസിൽ ജോയിൻ ചെയ്തെടുക്കാം. വീഡിയോ ശ്രദ്ധിച്ച് കാണണം കേട്ടോ, എങ്കിലേ എല്ലാം മനസ്സിലാവുകയുള്ളൂ. നമ്മൾ മുന്നേ സ്റ്റിച്ചിങ് വീഡിയോയിൽ ചെരിച്ച് കട്ട് ചെയ്ത ആ ഭാഗമില്ലേ, അത് ആ സ്ലീവിൻ്റെ ആ ചെരിഞ്ഞ ഭാഗത്ത് ചേർത്ത് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ആദ്യത്തെ ആ ചെരിഞ്ഞ ഭാഗമല്ല, അത് സ്ലീവിൻ്റെ പുറത്തേക്കുള്ള ഭാഗമാണ്. അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ സൈഡിലെ ആ ചെരിഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. ആ ഒരു ചെരിഞ്ഞ ഭാഗത്ത്, അതായത് 4 ഇഞ്ച് വീതിയിൽ, 4 ഇഞ്ച് നീളത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ, അത്രയും ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് സൂചി കുത്തി നിർത്തിയിട്ട് ചെറുതായിട്ട് തുണിയൊന്ന് തിരിച്ചു കൊടുത്തിട്ട് വേണം അടുത്ത ഭാഗത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് വേണം നമുക്ക് ചെറുതായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ. ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ വലിയ പീസിൻ്റെ സെൻറ്ററിൽ ഒരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് സെൻറ്റർ മനസ്സിലാകാൻ. അപ്പോൾ ആ സെൻറ്റർ ഭാഗവും നെക്ക് ഭാഗത്തിൻ്റെ ആ കോണ് വരുന്ന ഭാഗമില്ലേ നെക്ക് പീസിൻ്റെ, അതും കൂടി ചേർത്ത് വെച്ച് കൊടുക്കുക. അത് നിങ്ങൾക്ക് പിൻ ചെയ്യുമെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പിടിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കൃത്യമായിട്ട് സെൻറ്റർ മനസ്സിലാകും. എല്ലാ ഭാഗത്തും ഒരുപോലെ പ്ലീറ്റ് കിട്ടേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ എൻഡ് ഭാഗം വരുന്നില്ലേ, ആ ഭാഗത്തെത്തുമ്പോഴും ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ആ ചെരിഞ്ഞ ഭാഗത്ത് ആ ഒരു ചെറിയൊരു കോണ് പോലെ ഉണ്ടാവും. അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് പതുക്കെ തുണി തിരിച്ചു കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതിനുശേഷം തുണി നിവർത്തി വെച്ചിട്ട് നമുക്ക് പതിച്ചടിച്ചു കൊടുക്കാം. അതായത് പ്ലീറ്റ് ഇട്ട ഭാഗത്തല്ല, മുകളിലെ നെക്ക് പാർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത ഭാഗമില്ലേ, അവിടെയാണ് ഈ സ്റ്റിച്ച് വരേണ്ടത്. ഇത്രയും മനസ്സിലായോ? അതിനുശേഷം ഇതുപോലെ തന്നെയാണ് ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതേപോലെ പ്ലീറ്റ് ഇട്ട് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്യാൻ. ഇത് കണ്ടോ, ബാക്ക് പാർട്ടിൽ ചെറിയൊരു ഭാഗത്ത് പുറത്തേക്ക്, അതായത് ബാക്ക് ഭാഗം ചെറിയൊരു ഭാഗത്ത് ഇതുപോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു, അതായത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വെച്ചത്. അതൊന്ന് ചെറുതായിട്ട് ആ സ്ലീവിൻ്റെ സൈഡിലോട്ട് വരുന്ന ഭാഗത്തേക്ക് ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്രണ്ട് ഭാഗം നമ്മൾ ജോയിൻ ചെയ്തില്ലേ, അതേ രീതിയിൽ തന്നെ ജോയിൻ ചെയ്തെടുക്കുക.
ഇനി നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാം. ആ പ്ലീറ്റുള്ള ഭാഗത്തല്ല, മുകൾ ഭാഗത്തിൽ വേണം പതിച്ചടിക്കാൻ. അതായത് ഉള്ളിലെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് പീസ് വരുന്നില്ലേ, അത് മുകളിലോട്ടാക്കിയിട്ട് ഈ ഞൊറി വരാത്ത ഭാഗത്ത് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അതായത് ഈ സ്റ്റിച്ചിൻ്റെ അടിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് പീസില്ലേ, അത് ഇതിൻ്റെ കട്ട് പീസ് അതിൻ്റെ അടിയിലുണ്ടാവും. അത് മുകളിലോട്ടാക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. മനസ്സിലായോ? ഇനി നമുക്ക് സ്ലീവുകൾ തമ്മിൽ ചേർത്ത് വെച്ച് അളവ് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് നേരെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഈ ഷേപ്പ് വരുന്ന ഭാഗമില്ലേ, അവിടെ ചെറുതായിട്ട് വളച്ച്, അതായത് നമ്മൾ ചുരിദാറിനൊക്കെ ഷേപ്പ് ചെറുതായി വളച്ചടിക്കുന്നില്ലേ, അതുപോലെ വളച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും സ്റ്റിച്ചിങ്ങിൽ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അതായത് റെഡിമെയ്ഡിനുള്ള പോലെ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് ഓർഡർ പരമാവധി കുറഞ്ഞു കിട്ടും. അതായത് നമ്മളെ സ്റ്റിച്ചിങ് മോശമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓർഡർ കിട്ടില്ല. അതുമാത്രമല്ല, സ്റ്റാർട്ടിങ്ങിലും എൻഡിലും കെട്ടിട്ട് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അടുത്ത ഭാഗത്ത് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി താഴെ ഭാഗം കൂടി മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റി റെഡി. അപ്പോൾ ഇതാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മാനസി കട്ട് നൈറ്റിയുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ ഓണത്തിന് എല്ലാവരും സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തിടണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുകയും വേണം. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.